Good morning to all. Today I am going to teach project report. What is the difference between feasibility report and project report? What are the contents of project report? So first we start with the project report. What is mean by project report? Project report is a statement which contain relevant data in respect of a project which serve as a guidelines to management in allocating resources for production of specific product or rendering of service. ഇപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വിച്ച് കണ്ടെയ്ൻ റെലവൻറ്റ് ഡാറ്റ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള റെലവൻറ്റ് ഡാറ്റ അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. വിച്ച് സെർവ് ആസ് എ ഗൈഡ്ലൈൻസ് ടു മാനേജ്മെൻറ്റ് ഇൻ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സ്പെസിഫിക് പ്രൊഡക്റ്റ്. അതായത് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻ റെലവൻറ്റ് ഡാറ്റ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള റെലവൻറ്റ് ഡാറ്റ അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു ഗൈഡ് ലൈൻസ് ആണ് ആയിരിക്കും മാനേജ്മെൻറ്റിന് ഇൻ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫീസിബിലിറ്റി റിപ്പോർട്ട് ആൻഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഫസ്റ്റ് പോയിന്റ്, ഫീസിബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫീസിബിലിറ്റി അനാലിസിസ്. ഫീസിബിലിറ്റി അനാലിസിസിന് ശേഷമാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫീസിബിലിറ്റി റിപ്പോർട്ട്. പ്രൊജക്റ്റ് റിപ്പോർട്ടോ? പ്രൊജക്റ്റ് റിപ്പോർട്ട് ഈസ് ദ കൺവേർഷൻ ഓഫ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഫീസിബിലിറ്റി റിപ്പോർട്ടിനെ കൺവേർട്ട് ചെയ്താണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പ്രൊജക്റ്റ് റിപ്പോർട്ട്. സെക്കൻഡ് പോയിന്റ്, കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി ഇൻ ഡെപ്ത് ഈസ് നോട്ട് റിക്വയർഡ്. അതായത് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ ഇൻഡെപ്ത് ആഴത്തിലുള്ള സ്റ്റഡിയുടെ ആവശ്യമില്ല. പക്ഷെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് എ പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വേണം? പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ വേണം. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ പ്രിലിമിനറി പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടിനെയാണ് ഫീസിബിലിറ്റി. പ്രിലിമിനറി പ്രൊജക്റ്റ് റിപ്പോർട്ടിനെയാണ് നമ്മൾ ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് റിപ്പോർട്ടോ? ഇറ്റ് ഈസ് എ ഫൈനൽ റിപ്പോർട്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏത്? പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഫോർത്ത് പോയിന്റ്, ഓൺലി എ ടെമ്പററി റിപ്പോർട്ട്. ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആണ്, അല്ലാണ്ട് അത് പെർമനൻറ്റ് റിപ്പോർട്ടല്ല. പ്രൊജക്റ്റ് റിപ്പോർട്ടോ? ഇറ്റ് ഈസ് എ പെർമനൻറ്റ് റിപ്പോർട്ട്. സ്ഥിരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, ലെസ് ടൈം ഈസ് റിക്വയർഡ്. ഫീസിബിലിറ്റി റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ടൈം ലെസ് മതി, കുറച്ച് സമയം മതി. പ്രൊജക്റ്റ് റിപ്പോർട്ടിനോ? മോർ ടൈം ഈസ് റിക്വയർഡ്, കൂടുതൽ ടൈം ആവശ്യമാണ്. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡിയും ഫീസിബിലിറ്റി റിപ്പോർട്ടും പ്രൊജക്റ്റ് റിപ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസിൽ ആദ്യം പറയുന്നത് ഫീസിബിലിറ്റി റിപ്പോർട്ട് കൺവേർട്ട് ചെയ്താണ് ഏതുണ്ടാവുന്നത്? പ്രൊജക്റ്റ് റിപ്പോർട്ട്. പിന്നെ പറഞ്ഞത് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയുടെ ആവശ്യമില്ല, പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്. ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ ടൈം കുറച്ച് മതി, പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ കൂടുതൽ ടൈം ആവശ്യമാണ്. ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി റിപ്പോർട്ടാണ്. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് റിപ്പോർട്ടാണ്. ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫുൾ പർട്ടിക്കുലേഴ്സ് ഇതിൽ ഇൻക്ലൂഡാണ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻ റെലവൻറ്റ് ഡാറ്റ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിന് ആവശ്യമുള്ള എല്ലാ റെലവൻറ്റുമായിട്ടുള്ള ഡാറ്റയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഫീസിബിലിറ്റി റിപ്പോർട്ടാണ് പ്രൊജക്റ്റ് റിപ്പോർട്ടിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമില്ല, ലെസ് ടൈം മതി, ടെമ്പററി റിപ്പോർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട്? നെക്സ്റ്റ്, കണ്ടൻസ് ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഫസ്റ്റ് പോയിന്റ്, എക്സിക്യൂട്ടീവ് സമ്മറി. This is a brief summary of the entire plan. This highlights all important aspects of a plan.
It contains basic information such as name of the enterprise and its location, nature of business, type of product or service and financial requirement. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ പ്ലാനിൻ്റെ ഒരു ബ്രീഫ് സമ്മറിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നെയിം ഓഫ് ദി എൻ്റർപ്രൈസ്, അതുപോലെ ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറിയിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് വെച്ചാൽ ബ്രീഫ് സമ്മറി ഓഫ് ദി എൻറ്റയർ പ്ലാൻ. എല്ലാ പ്ലാനിൻ്റെയും കൂടിയും ഒരു ബ്രീഫ് സമ്മറിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ ജനറൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനി ആൻഡ് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഒരു ജനറൽ ഇൻഫർമേഷനാണ് എന്തിനെക്കുറിച്ച്, കമ്പനീൻ്റെയും പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനും കാണിച്ചുകൊണ്ടുള്ള ഒരു ജനറൽ ഇൻഫർമേഷനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ വരുന്നത് ജനറൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് കമ്പനീനെ കുറിച്ചും പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനെയും കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷനാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്രൊമോട്ടർ ഓർ എൻ്റർപ്രനേഴ്സ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്രൊമോട്ടേഴ്സ് ഓർ ഓൺട്രപ്രനേഴ്സ്. ഇതിൽ ഓൺട്രപ്രനേഴ്സിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷനാണ് വരിക. അതായത് നെയിം, അഡ്രസ്, ഏജ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, പ്രൊജക്റ്റ് റിലേറ്റഡ് എക്സ്പീരിയൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ എക്സെട്ര. അതായത് ഒരു പ്രൊമോട്ടറിൻ്റെ കാര്യങ്ങൾ, അയാളുടെ ഏജ് എത്രയാണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എത്രയാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്രയാണ്, വർക്ക് എക്സ്പീരിയൻസ് എത്രയാണ്, പ്രൊജക്റ്റ് റിലേറ്റഡ് എക്സ്പീരിയൻസ് എത്രയാണ്, ഇത്രയും ഡീറ്റെയിൽസാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്രൊമോട്ടർ ഓർ എൻ്റർപ്രൈസിൽ വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് പ്രൊഡക്റ്റിൽ വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് പ്രൊഡക്റ്റ് ടു ബി പ്രൊഡ്യൂസ്. അതായത് എങ്ങനത്തെ പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണത്, ഡീറ്റെയിൽസ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാൻ പോണത്, പ്രൊഡക്റ്റ് ഐഡിയ, പ്രൊപ്പോസ്ഡ് പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്, ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ്. മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിങ്ങിൽ വരുന്നത് ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാണ്, ഏത് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്, അതുപോലെ പ്രപ്പോസ്ഡ് മാർക്കറ്റ് റിസർച്ച് എന്തൊക്കെയാണ്, ട്രേഡ് പ്രാക്ടീസ് എന്തൊക്കെയാണ്, ട്രേഡ് ചാനൽസ്, കോമ്പറ്റേറ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. നമുക്ക് നോക്കാം. മാർക്കറ്റ് പൊട്ടൻഷ്യൽ അനാലിസിസ് ആൻഡ് എൻഡ് യൂസേഴ്സ് ഓഫ് പ്രൊഡക്റ്റ്, major buyers area to be covered, estimated selling product of the product, distribution channel to be adopted, trade practices, sales promotion devices, proposed project plan, distribution channel to be adopted, trade practice, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ലൊക്കേഷൻ നമുക്കറിയാലോ, ആ പ്രൊജക്റ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ മെൻഷൻ ചെയ്യണം. Exact location of the project, various alternatives available which has been examined, criteria for selecting the location advantages. അതായത് എവിടെയാണ് എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കിട്ടിയിരുന്നു, അതിൻ്റെ ഓരോത്തിൻ്റെയും സെലക്ട് ചെയ്തപ്പോൾ നമ്മളെടുത്ത ക്രൈറ്റീരിയകൾ, അതുപോലെ ലൊക്കേഷൻ അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങൾ നമ്മളെടുത്ത ലൊക്കേഷൻ്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷനിൽ വരുന്നത്. ഒന്നുകൂടി നോക്കാം. എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ദി പ്രൊജക്റ്റ്, വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ വിച്ച് ഹാസ് ബീൻ എക്സാമിൻഡ്, ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ദ ലൊക്കേഷൻ അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷനിൽ വരുന്നത്. സെവൻത്ത് പോയിന്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഏതൊക്കെയാണ്, ടെക്നോളജി ഏതൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഫ്ലോ ചാർട്ടിൻ്റെ പ്രോസസ്സ്, പ്രൊഡക്ഷൻ പ്രോഗ്രാം, പ്രൊജക്റ്റ് നെറ്റ്വർക്ക്, ഇത്രയാണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഫസ്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഡീറ്റെയിൽസ് ഓഫ് ടെക്നോളജി, പ്രോസസ് ഫ്ലോ ചാർട്ട്, പ്രൊഡക്ഷൻ പ്രോഗ്രാം, പ്രൊജക്റ്റ് നെറ്റ്വർക്ക്. അതായത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഡീറ്റെയിൽസ്, അതിൻ്റെ ടെക്നോളജിയുടെ ഡീറ്റെയിൽസ്, ഫ്ലോ ചാർട്ട്, അതുപോലെ പ്രൊഡക്ഷൻ പ്രോഗ്രാം, പ്രൊജക്റ്റ് നെറ്റ്വർക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. നെക്സ്റ്റ് എയ്ത്ത് പോയിന്റ് റോ മെറ്റീരിയൽസ്.
അതായത് ഏതൊക്കെ റോ മെറ്റീരിയൽസ് വേണം, അത് ഈ റോ മെറ്റീരിയൽസ് ഏതൊക്കെ സോഴ്സിൽ കൂടെ നമ്മൾ കളക്ട് ചെയ്യും, റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് റോ മെറ്റീരിയൽസിൽ വരുന്നത്. ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ടു ബി റിക്വയർഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, സോഴ്സസ് ഓഫ് റിക്വയർമെൻറ്റ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോ മെറ്റീരിയലിൽ വരുന്നത്. നെക്സ്റ്റ് യൂട്ടിലിറ്റീസിൽ വരുന്നത് വാട്ടർ, പവർ, സ്ട്രീം സോഴ്സസ് ഓഫ് കോസ്റ്റ്, എഫ്ലുവൻറ്റ് ഡിസ്പോസൽ എക്സെട്ര. അതായത് വാട്ടർ, പവർ, സ്റ്റീം സോഴ്സസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂട്ടിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഏത് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഓരോ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതായത് മെത്തേഡ്, പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഏതൊക്കെ പോസിബിലിറ്റിയോടെ നമുക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ദി റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. 11th പോയിന്റ് മാൻ പവർ റിക്വയർമെൻറ്റ്. അതായത് മാൻ പവർ റിക്വയർമെൻറ്റ് ഓഫ് സ്കിൽഡ്, സെമി സ്കിൽഡ് പേഴ്സ്. നമുക്ക് എവിടെ നിന്നാണ് മാൻ പവറിന് കിട്ടുക? റിക്വയർമെൻറ്റ് ഓഫ് സ്കിൽഡ്, സെമി സ്കിൽഡ് പേഴ്സണൽ, ടെക്നോളജിക്കൽ, നോൺ ടെക്നോളജിക്കൽ പേഴ്സൺ, അഡ്മിനിസ്ട്രേറ്റീവ് ഓർ മാനേജീരിയൽ സ്റ്റാഫ് ആൻഡ് മാർക്കറ്റിംഗ് പേഴ്സണൽ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് മാൻ പവർ റിക്വയർമെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ വരുന്നത് ലാൻഡ് ഏരിയ, കൺസ്ട്രക്ഷൻ ഏരിയ, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, ഡീറ്റെയിൽഡ് പ്ലാൻ ലേഔട്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഏരിയ എവിടെയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏരിയ, അതുപോലെ കോസ്റ്റ്, എത്ര കൺസ്ട്രക്ഷൻ എത്ര കോസ്റ്റ് വന്നു, ആ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ്, പ്ലാന്റ് ലേഔട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി. പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് മിഷനറി ആൻഡ് എക്യുപ്മെൻറ്റ്. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാന്റും മിഷനറിയും അതിൻ്റെ ഡീറ്റെയിൽസാണ് പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് 14th പോയിന്റ് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അതായത് ആ പ്രൊജക്റ്റിന് എത്ര കോസ്റ്റ് വരും, ആ പ്രൊജക്റ്റിന് അത് കിട്ടാനുള്ള സോഴ്സസ്. ഇപ്പം നമുക്കറിയാം, നമുക്ക് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ വേരിയസ് സബ്സിഡറീസ്, ഗവൺമെൻറ്റുകൾ വേരിയസ് സബ്സിഡറി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഏത് രീതിയിലാണ് ആ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിൻ്റെ സോഴ്സ് എന്ന് കണ്ടുപിടിക്കണം. 15th പോയിന്റ് ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ്. ഫിനാൻഷ്യൽ വയബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഫോർ ദ 5 ഫസ്റ്റ് ഇയേഴ്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഓഫ് ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ വയബിലിറ്റിയിൽ ആ പ്രോജക്റ്റ് ഫിനാൻഷ്യലി വയബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ബ്രേക്ക് ഈവൻ അനാലിസിസ് പ്രിപ്പയർ ചെയ്യും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും ഡീറ്റെയിൽസ് ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ കണ്ടൻസിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് എക്സിക്യൂട്ടീവ് സമ്മറി, സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ, തേർഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്രൊമോട്ടേഴ്സ് ഓർ എൻ്റർപ്രനേഴ്സ്, 4th പ്രൊഡക്റ്റ്, 5th മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ്, 6th ലൊക്കേഷൻ, 7 പ്രൊഡക്ഷൻ പ്രോസസ്, 8 റോ മെറ്റീരിയൽ, 9 യൂട്ടിലിറ്റി, 10 ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, 11 മാൻ പവർ റിക്വയർമെൻറ്റ്, 12 ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, 13 പ്ലാന്റ് ആൻഡ് മിഷനറി, 14 കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ്, 15 ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദ പ്രൊജക്റ്റ്. നെക്സ്റ്റ് വി മൂവ് ടു ദി റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് ഓർ ഐഡിയൽ പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഒരു ഐഡിയൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ്, പ്രൊജക്റ്റ് റിപ്പോർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെർട്ട് ടീം. എക്സ്പെർട്ട് ടീമിൻ്റെ ഹെൽപ്പോട് കൂടി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ, പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. നെക്സ്റ്റ്, സെക്കൻഡ് പോയിന്റ്, പ്രൊജക്റ്റ് റിപ്പോർട്ട് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ സർവേ ആൻഡ് സിസ്റ്റമാറ്റിക് പ്രിലിമിനറി സ്റ്റഡി ഓഫ് ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ പ്രിലിമിനറി സ്റ്റഡി നടത്തിയിട്ട് വേണം പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. തേർഡ് പോയിന്റിൽ പറയുന്നത് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഈസ് ദ മീൻസ് ആൻഡ് നോട്ട് ദ എൻഡ്. ഒരു മീൻസ് മാത്രമാണ്, അല്ലാണ്ട് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എൻഡല്ല, അവസാനമല്ല. അത് എങ്ങനെയാണ് ആ പ്രൊജക്റ്റ് അറ്റൈൻ ചെയ്യാമെന്നാണ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നത്. 4th, ത്രൂ ഡിസ്കഷൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എക്സ്പെർട്ട് വേരിയസ് ഫിനാൻഷ്യൽ ഓഫ് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ബിഫോർ ഫൈനലൈസിങ് ദ റിപ്പോർട്ട്. റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എക്സ്പെർട്ടിൻ്റെയും അതുപോലെ വേരിയസ് പേഴ്സണിൻ്റെയും ഒക്കെ ഒപ്പീനിയൻ നമ്മൾ കളക്ട് ചെയ്യണം.
The end result should be to receive finance and to get the project implemented. എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കിട്ടുകയും ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഏത് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. 6th, the project report should be precise, accurate and specific. ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രിസൈസും ആക്യുറേറ്റും സ്പെസിഫിക് ആയിരിക്കണം. 7th point, the content of project report should be in a logical sequence. ഒരു ലോജിക്കൽ സീക്വൻസിന്, അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലായിരിക്കണം ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് വരുന്നത്. നമ്മൾ ഓൾറെഡി 15 പോയിൻറ്റ്സ് പഠിച്ചിരുന്നു കണ്ടൻസിൽ. അത് ഒരു ലോജിക്കൽ ഓർഡറിലായിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെർട്ട് ടീമിൻ്റെ ഹെൽപ്പോടുകൂടി പ്രിപ്പയർ ചെയ്യണം. ഇത് പ്രിലിമിനറി സ്റ്റഡിയുടെ ബേസിലാണ് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊരു മീൻസ് ആണ്, അല്ലാതെ അത് എൻഡ് അല്ല. ത്രൂ ഡിസ്കഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എക്സ്പെർട്ടുമായിട്ടും അതുപോലെ വേരിയസ് പേഴ്സൺസ് ആയിട്ടും ഡിസ്കഷൻസ് നടത്തണം. എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ഫിനാൻസ് കിട്ടും, എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എൻഡ് റിസൾട്ടിൽ വരുന്നത്. ഇത് പ്രിസൈസും ആക്യുറേറ്റും ആയിരിക്കണം. പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ സീക്വൻസിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൊജക്റ്റ് റിപ്പോർട്ട്? സെക്കൻഡ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫീസിബിലിറ്റി റിപ്പോർട്ട് ആൻഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്? തേർഡ്, വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്? ഓക്കെ, താങ്ക് യു.